കോഴിക്കോടായതല്ലേ കുറച്ചുകൂടി മത്സരിക്കാൻ നല്ല അങ്ങനെ തോന്നിയിട്ടില്ല. നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്ത് മത്സരിക്കല്ലോ. പേരൊക്കെ ആദ്യം തുടക്കത്തിൽ കോഴിക്കോട് അല്ല, പാർട്ടി ഓരോ സീറ്റിലേക്കും ഞങ്ങൾ കൊടുക്കുന്ന പേരാണല്ലേ. അത് നിങ്ങൾ കൊടുത്തതാ, പാർട്ടി കൊടുത്തോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ നിങ്ങൾ ഓരോന്ന് പറയാ ചെയ്യാം, പക്ഷെ പാർട്ടി ആലോചിക്കുക എന്താന്ന് വെച്ചാൽ ഇപ്പൊ മലപ്പുറത്ത് പാർട്ടി ആലോചിക്കാൻ അങ്ങനെ ആയിരിക്കില്ല. ജയിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി, അട്ടിമറി സംഭവിക്കാൻ പറ്റുന്ന ഒരാൾ എന്നുള്ള നിലക്കായിരിക്കുമല്ലോ പാർട്ടി എന്നെ അവിടെ പറഞ്ഞയച്ചിട്ടുണ്ടാവുക. എനിക്ക് ചുമതല തന്നത് അവിടെ ആ സീറ്റ് ഇടതുപക്ഷത്തിന് വാങ്ങി എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് തന്നെ ആയിരിക്കും പാർട്ടി ആലോചിച്ചത്. ഞാനും അതിനെ അത്രയും ഒരു താല്പര്യത്തോടു കൂടി ആ സീറ്റ് എനിക്കിപ്പോൾ ഞാൻ അത് ഉറപ്പിച്ച് പറയുന്നത്, എന്ത് സംഭവിച്ചാലും മലപ്പുറത്ത് ജയിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരു അട്ടിമറി ഉണ്ടാവുന്നതാണ്. അട്ടിമറിയോ ഇനി പേരെന്തിട്ടാൽ പേര് നിങ്ങളിപ്പോൾ എന്ത് പറഞ്ഞാലും മലപ്പുറത്തെ ജനങ്ങൾ എന്നെ സ്വീകരിക്കും തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ നോമ്പ് കാലത്ത് പ്രചരണത്തിന് വെയിലത്ത് ഭയങ്കര ചൂടാണല്ലോ, ഒരു ക്ഷീണമാണോ ശരിക്കും പറഞ്ഞാൽ? പൊതുവേ എന്തറിയോ, ഇവരോടൊക്കെ ചോദിച്ചാൽ അറിയാം, ഞാൻ ഒരു 24 മണിക്കൂറൊക്കെ ഭക്ഷണം കഴിക്കാൻ നോക്കും. അപ്പോൾ ഉമ്മയൊക്കെ പറയും എന്താ വെച്ചാൽ ഇന്ന് കഴിച്ചാൽ ഞാൻ നാളെ ഇതേ സമയത്തേ കഴിക്കുള്ളൂ, വെള്ളം പോലും കുടിക്കില്ല. അതുകൊണ്ട് എനിക്ക് കിഡ്നി സ്റ്റോണൊക്കെ ഒരിക്കലും ഉണ്ടായതാണ്. എന്നാലും ഞാൻ അങ്ങനെ ഇരിക്കും. അങ്ങനെ ഇപ്പൊ ഇവരൊക്കെ എന്നെ വല്ലാതെ നിർബന്ധമുള്ള കാര്യമല്ല. അല്ല, കഴിക്കുമ്പോൾ ഞാൻ ഇപ്പൊ കണ്ടില്ലേ എത്രയും കഴിക്കും, നന്നായി ഭക്ഷണം കഴിക്കും. ഭക്ഷണത്തോട് താല്പര്യവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതെങ്കിലും? ഭക്ഷണം ഇഷ്ടം പത്തിരി ബീഫ്, കോഴിക്കോട് ബീഫ്, പത്തിരി ബീഫ്, ബീഫാണ് താല്പര്യം. അതാണ് ഉമ്മയുടെ ബീഫാണ് നമുക്ക് ഏറ്റവും സ്പെഷ്യൽ ബീഫ്. എല്ലാതരം ബീഫ് ഉണ്ടാകും. പ്രത്യേകം പഠിച്ചിട്ടൊന്നുമല്ല, എങ്ങനെ ഉണ്ടാക്കിയാലും അത് മെച്ചപ്പെടും. മലപ്പുറത്തേക്ക് മാറുമോ ഇങ്ങനെ ജയിച്ചാൽ? അങ്ങനെ ഞങ്ങൾ ഇത് തന്നെയാ ഈ ഒരു തൊട്ട് ഈ പുഴയുടെ അക്കരെ മണ്ഡലം. എതിർ സ്ഥാനാർത്ഥി ഞങ്ങളും തമ്മിൽ ഒരു 1.5-2 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. വളക്കാടാണല്ലേ? ഇവിടെ തന്നെ ഈ മപ്പറാണ്. മപ്പറാണ് ഈ സ്കൂളിൽ. ഞാനും അദ്ദേഹമൊക്കെ ഒരു സ്കൂളാണ് പഠിച്ചത്. ഇവിടെ പഠിച്ചത് അദ്ദേഹം. മലപ്പുറത്തുകാരനല്ല എന്നുള്ള പരാതിന്റെ പ്രശ്നമില്ല. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ പരാതി ആരും പറയലൊന്നുമില്ല. മലപ്പുറത്തുകാർക്ക് അങ്ങനത്തെ പ്രശ്നമില്ലാന്നോ? അവിടെ പിന്നെ പണ്ടേ ബനാത്ത് വാലയും പുറത്തുള്ള ആൾക്കാർ മത്സരിക്കുന്ന ടി അഹമ്മദ് സാഹിബ്, ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ ഷാർപ്പായിട്ട് ഇപ്പൊ പറയും. ചരിത്രം അല്ലേ? പിന്നിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് സമാധാനിയാണെങ്കിൽ പോലും കോട്ടക്കലാണ്. അപ്പൊ മലപ്പുറംകാരനല്ല എന്നുള്ളൊരു പരാതി ഉണ്ടാവാൻ സാധ്യതയില്ല. അല്ല, ഞാൻ സത്യത്തിൽ മലപ്പുറം അല്ല എന്ന് പറയുന്നതിലും ഞങ്ങള് 2 ജില്ലയാണ് സത്യത്തിൽ, പുഴയുടെ അക്കരെ ഇക്കരെയാണ്. അല്ല, ബഷീറിന്റെ നല്ല മനോരമയിൽ പറഞ്ഞ നാട്ടുകാരാണ്. മനോരമയിലെ നാട്ടുകാരാണ്. ഈ മലപ്പുറത്തെ ആളുകൾ എന്താണ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പറയുന്നത്? നമ്മൾ പ്രചരണത്തിന് ചെല്ലുമ്പോൾ അവരുടെ ഒരു ആദ്യമായിട്ട് ഒന്ന് ഞാൻ പറയട്ടെ, അവർക്ക് ഒരു MP-യുടെ സാന്നിധ്യമില്ല, ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു സംസ്ഥാനം നന്നായിട്ടുണ്ട്. ഇങ്ങനെ ഇനി നിങ്ങൾ വരുമോ, ഇങ്ങനൊക്കെ വരാൻ കഴിയുമോ, അടുത്ത തെരഞ്ഞെടുപ്പിനെ വരുവുള്ളൂ, ഇങ്ങനൊക്കെ വരാൻ കഴിയുമോ? അതേപോലെ അടുത്ത തെരഞ്ഞെടുപ്പിന് വരുമോന്നല്ല, അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മണ്ഡലം മാറുമെന്ന് ചോദിക്കുന്നുണ്ട്. ജയിച്ചു പോയാൽ നിങ്ങൾ മണ്ഡലം മാറും, പരസ്പരം വെച്ചുമാറുമെന്ന്. അപ്പം ഞാൻ അവരോട് പറഞ്ഞേ, ഞാനൊരു സാധാരണ SFI-കാരനും DYFI-കാരനും ഒക്കെ ആയിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നും സംഘടനാ പ്രവർത്തനമാണല്ലോ. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കാണാൻ കിട്ടുന്നില്ല, സമീപിക്കാൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നം ഉണ്ടാവില്ല. എന്നെ ഒരു പഞ്ചായത്ത് മെമ്പറോട് എങ്ങനെ, ഞാനത് ഫസ്റ്റ് ചാനലുകാരോട് നിങ്ങൾ മാധ്യമങ്ങളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു പഞ്ചായത്ത് മെമ്പറോട് എങ്ങനെ നാട്ടിലെ ഒരു സാധാരണക്കാരനെ സമീപിക്കാൻ പറ്റുമോ അങ്ങനെ സമീപിക്കാൻ പറ്റുന്ന ഒരു ജനപ്രതിനിധി ആവണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതിനുള്ള തീവ്രമായ ശ്രമമായിരിക്കാം നടത്തുക. അത് നിങ്ങൾക്ക് സാധിക്കും ചെയ്യും, നിങ്ങൾക്ക് സമീപിക്കാം. അത്രയും നിങ്ങളുമായിട്ട് അടുത്ത് ഇടപെടാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരിക്കും ഞാൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. അതേപോലെ ഞാൻ പറഞ്ഞു, എൻ്റെ വീടിന് ഗേറ്റ് ഉണ്ടാവില്ല എന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീട് കണ്ടറിയാം, ഗേറ്റ് ഇല്ല, ആർക്കും വരാം അല്ലേ? എത്ര കാലമായി അതിലുണ്ടാക്കിയിട്ട് ഞങ്ങൾ വർഷങ്ങളായി ഉണ്ടാക്കി, പക്ഷേ ഞങ്ങൾ ഗേറ്റ് വെച്ചില്ല. ഞാൻ എപ്പോഴും പറയും തുറന്നിട്ടാ മതി. അല്ല, തുറന്നിട്ടാലും മതി, അല്ല ഗേറ്റ് വെക്കാൻ. ഞാനതൊരു പ്രയോഗമായി പറഞ്ഞതാണ്, പക്ഷെ ഇപ്പോൾ തമാശയ്ക്ക് നിങ്ങളോട് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ഗേറ്റ് ഇല്ല. അതായത് അങ്ങനെ ആളുകളുമായിട്ട് ഇടപെടാൻ പറ്റുന്ന, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ DYFI-യുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയാലും അതിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് അറിയാം. എന്നിരുന്നാലും ഞാൻ വന്നാൽ നമ്മളെ അങ്ങാടിയിൽ വന്നിരിക്കുകയും നമ്മളെ നാട്ടിലെ ഞങ്ങളിങ്ങനെ വരുമ്പോൾ ചെറിയ കുട്ടികളെ വഴി വെച്ചിട്ടാ വസീഫ് ഖാന്റെ വീടെന്ന് വർത്താനം പറഞ്ഞേ, മദ്രസ വിട്ട് വരുന്ന കുട്ടികളെ നമ്മൾക്കൊരു താല്പര്യം എന്താ വെച്ചാൽ അദ്ദേഹം പറഞ്ഞു, അതിപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും അത് സത്യത്തിൽ എനിക്ക് ഉപ്പയോട് നിന്നിട്ടൊരു ക്വാളിറ്റി ആട്ടോ.
ഉപ്പയുടെ മെയിൻ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഒക്കെ എതിർ പാർട്ടിക്കാരായിരുന്നു. ലീഗുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ. അത് എല്ലാവരോടും ഉപ്പ ചെറുപ്പം മുതലേ, ഞാൻ തന്നെ അന്നൊക്കെ എനിക്കും ചോദ്യം ഉണ്ടായിരുന്നു, എന്തിനാ നിങ്ങൾ ഇവരെങ്ങനെ സഹായിക്കുന്നത്. ഉപ്പ എന്ത് ചില സർവീസിലായതുകൊണ്ട് അവരുടെ ആവശ്യത്തിനൊക്കെ ബാഗ് കൊടുത്ത്, ഇവിടെ ഞങ്ങൾ ചെറുതാകുമ്പോൾ ഉപ്പ തിരുവനന്തപുരം പോകും ബാഗ് കൊടുത്തിട്ട് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്. ആ നാട്ടുകാരെ കൂടെ പോവാ സർവീസിലെ ഉപ്പ പറയുമ്പോൾ. അപ്പോൾ അങ്ങനെ പോവാ ചെയ്യുക. പക്ഷേ അത് കുറേ കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നി അതൊരു വലിയ ഇപ്പം ചെയ്യുന്നതേ ആർക്കായാലും സാമൂഹ്യ സേവനത്തിന് രാഷ്ട്രീയത്തിന്റെ അതിർത്തി വെക്കേണ്ട ആവശ്യം. അതെ അതെ അതെ, അതിന്റെ ഒരു അതിർത്തി വെക്കേണ്ട ആവശ്യമില്ല. അത് സത്യത്തിൽ ഉപ്പ എനിക്കൊരു മാതൃകയാണ്. ഈ നോമ്പ് കാലത്ത് ഇങ്ങനെ ഞാൻ മനോരമ ചാനലിൽ ഇന്നാൾ പറഞ്ഞിരുന്നു ആരാണ് റോൾ മോഡൽ എന്ന് എന്നോട് ചോദിച്ചത് ഇവര്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഉപ്പയാണ്. ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലും കാര്യം എല്ലാവർക്കും പരമാവധി ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു കൊടുക്കുക. പാർട്ടിയിൽ ആരാ റോൾ മോഡൽ? പാർട്ടിയിൽ സത്യം പറഞ്ഞാൽ പിണറായി വിജയൻ തന്നെയാണ്. അതൊരു അങ്ങനെ അല്ലാന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ അല്ല, അതുകൊണ്ടൊന്നല്ല. അയ്യേ, അതുകൊണ്ട് എന്തിനപ്പം അദ്ദേഹത്തിന് ഇപ്പൊ ഞങ്ങളെ പോലുള്ള ഒരാളുടെ എന്ന് പറഞ്ഞിട്ട് പാർട്ടി ഈക്വൽ ടു പിണറായി എന്ന് പറയുന്നുണ്ടേ. അയ്യേ, ഒരിക്കലും അങ്ങനെ. അതൊക്കെ ഓരോരുത്തർ വെറുതെ പറയുന്നതാണ്. സത്യത്തിൽ മുൻകാലങ്ങളിലൊക്കെ ഞങ്ങളെ നേരെ എന്താ ചിരിക്കുന്നത്? ഏത് പിണറായി ഭക്തനാണ്. അപ്പൊ എന്റേത് പോട്ടെ, എന്റെ മോളോട് ചോദിക്കുങ്ങള് ഇപ്പൊ വിളിച്ചു ചോദിക്കും ഓക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാന്ന് ചോദിക്കും. മോള് മുഖ്യമന്ത്രി പറയും. മോക്ക് എന്റെ മോൻ 6ാം ക്ലാസ്സിലുള്ളവർക്ക് കുട്ടികൾ ഭയങ്കര ഇഷ്ടമാണ്. ആ മറ്റേ ആൾക്ക് ചെറുതിന് ഓൾക്ക് എന്ത് പിണറായി സഖാവിനുള്ളത് അത് ഉള്ളൊരു രീതി ഞാൻ പറയുന്നത്. നമ്മുടെ സംസാരത്തിലും വ്യക്തിപരമായിട്ടൊരു അടുപ്പം അദ്ദേഹമായിട്ടുണ്ടോ ശരിക്കും? ഒരു അങ്ങനെ ഒരു അടുപ്പം പാർട്ടി പോയി കാണും, സംസാരിക്കും. അതും വളരെ അപൂർവമായിട്ടൊക്കെയുള്ള കാണൽ എന്തെങ്കിലും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു മുഖവും നമ്മളോടുള്ളൊരു ആ ഫേസിൽ തന്നെ ഒരു ഇന്റിമസി അങ്ങനെ ഉണ്ടാവില്ല. ഒരു ഡിവൈഎഫ്ഐ വളരെ ചുരുങ്ങിയ വാക്കുകൾ. ഇന്റിമസി എന്നുള്ള വാക്ക് പിണറായി വിജയനുമായിട്ട് ചേർത്ത് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കട്ടെ. അദ്ദേഹത്തിന്റെ ഒരു കണ്ടുകളില് നമ്മളോടൊക്കെ അങ്ങനെയാണ് ഒരു കരുതല്. അതാരോടായാലും അത് ഒരു പ്രത്യേകിച്ച് യുവജന സംഘടന, വിദ്യാർത്ഥി സംഘടനകളോടൊക്കെ ഒരു വല്ലാത്ത താല്പര്യമൊക്കെ കാണിക്കും. അത് നമ്മൾ പിന്നെ കുറെ കേട്ടിട്ടുമാണല്ലോ നമ്മളറിയാം. നമുക്ക് മാത്രമുള്ള അനുഭവങ്ങളല്ലല്ലോ. ഈ നോമ്പ് കാലത്ത് നിങ്ങൾ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് നോമ്പുതറ പരിപാടിയൊക്കെ ഉണ്ടാവൂലേ? പണ്ടുണ്ടാവുണ്ടായിരുന്നു. വന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഞങ്ങളിങ്ങനെ കൂടും. എല്ലാവരും നല്ല ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇപ്പൊ സത്യം പറഞ്ഞാല് കുറേ ആയി. പക്ഷെ നോമ്പിനാണ് എന്തായാലും 1-2 നോമ്പിന് ഇങ്ങനെ. അതാ ഇന്ന് പെട്ടെന്നൊരു ഒഴിവ് കിട്ടിയപ്പോൾ പെട്ടെന്ന് മെസ്സേജ് അയച്ചു ഞങ്ങൾ ആരൊക്കെ ഉണ്ടെന്ന് വെച്ച് വാട്സപ്പ് ഗ്രൂപ്പിലിട്ട്. അപ്പോൾ തംസപ്പ് അടിച്ച് അങ്ങനെ അറേഞ്ച് ചെയ്തുണ്ടാക്കിയ പരിപാടി പെട്ടെന്ന് ഉണ്ടാക്കി. അതുകൊണ്ടാണ് ഉമ്മ പറഞ്ഞത് ബീഫ് 2 ഐറ്റം ആയിരുന്നു. ഒരു ബീഫ് വാങ്ങിയതും ഒരു ബീഫ് ഇവിടെ ഉള്ളതും ബീഫില്ലായിരുന്നു പെട്ടെന്നായതുകൊണ്ട്. അപ്പോൾ നിങ്ങളും വിളിച്ചു. അപ്പോൾ ഞങ്ങൾ ഏതായാലും വീട്ടിൽ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോഴാണ് അവിടെ പിന്നെ മോയിൻകുട്ടി വൈദ്യർ സ്മാരകത്തിൽ CPIയുടെ ഒരു ഇഫ്താറും പിന്നെ ഒരു മരണവും. ഓക്കെ. അപ്പോൾ ഞാൻ അവസാനമായിട്ടൊരു രാഷ്ട്രീയം കൂടി ചോദിച്ചു നിർത്താം. ഈ CPIയുടെ നേതാവ് ഈ അടുത്ത് വീണ്ടും ലീഗിനെ വല്ലാണ്ട് പുകഴ്ത്തി. ഞാൻ ചോദിച്ച ചോദ്യം തന്നെയാണ്, ഈ ലീഗ് പാർട്ടി CPMനോട് അടുക്കുന്നു എന്ന് പറയുന്നത് അത് ഒരു മുന്നണി സംവിധാനത്തിലേക്ക് പോകുമോ? അവിടെ ലീഗിൻ്റെ ഏറ്റവും കേന്ദ്രത്തിൽ വർക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവുമല്ലോ ലീഗിൻ്റെ അണികൾക്കൊരു CPMനോട് താല്പര്യം കൂടിയുണ്ടെന്നാണ് പറയുന്നത്. സത്യത്തിലേ ഈ ഒരു രാഷ്ട്രീയ ലാഭം, എന്തെങ്കിലും സാമ്പത്തിക ലാഭം, അധികാരമോഹം ഒക്കെ ഇല്ലാത്ത ആരും ഇടതുപക്ഷത്തോടെ ചേർന്ന് നിൽക്കൂ. അതെ, എൻ്റെ ഒരു നേരെ തിരിച്ചാ പറയുന്നത് കേട്ടോ. ലീഗിന് അധികാര കൊതി ഉള്ളതുകൊണ്ടാണ് CPMന്റെ അടുത്ത്. ഒരിക്കലല്ല. അവരിലെ അണികൾ ഇപ്പോൾ കോൺഗ്രസിൽ തന്നെ നല്ലൊരു വിഭാഗം നിങ്ങൾ എവിടെയെങ്കിലും മാർക്ക് ചെയ്ത് വെച്ചോ, ഇത്തവണ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യും. നല്ലൊരു വിഭാഗം. കാരണം അവരുടെ ഈ നേതൃത്വത്തോട് ആർക്കായാലും ഇപ്പം എന്തിനേറെ പറയുന്നു, പ്രതിപക്ഷ നേതാവ് ഈ പത്മജയും അനിൽ ആന്റണിയും ഒക്കെ BJP പോയപ്പോൾ പറഞ്ഞ വർത്താനം എന്താ? പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് BJPയിലേക്ക് പോയത് എന്നല്ലേ പറഞ്ഞത്. അതൊക്കെ ഈ കേൾക്കുന്ന ആളുകൾക്ക് ഇദ്ദേഹത്തോടുള്ള ഒരു മതിപ്പ് എന്തായിരിക്കും? പിന്നെ KPCC പ്രസിഡന്റിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്, ഐ വിൽ ഗോ വിത്ത് BJP, അതൊന്നും ഒരു മടിയില്ലേ? ഇപ്പോൾ അതേപോലെ നമ്മളിപ്പോൾ ഒരു അപകടം നടന്നു. ഇപ്പം എൻ്റെ മനസ്സിൽ കൊണ്ട സംസാരമായിട്ട് പറയുന്നത് അതിൽ ധീരജിൻ്റെ കൊലപാതകം അന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞില്ലേ, ഇരന്ന് വാങ്ങിയ രക്തസാക്ഷിത്വം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ സത്യത്തിൽ തറക്കും, മനസ്സിൽ കൊള്ളും. അതുപോലെ തന്നെ ഇവരുടെ ഈ നിലപാടുകളുടെ കൃത്യതയില്ലായ്ക, ഓരോ വിഷയത്തിലെടുക്കുന്ന സമീപനങ്ങൾ, ഇതൊക്കെ ആളുകൾ നോക്കി നിൽക്കും. അപ്പോൾ ഒരു മതനിരപേക്ഷതയും അതുപോലെ തന്നെ ഒരു കെട്ടുറപ്പമൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ കോൺഗ്രസ് ഒന്നുകൂടി പഠിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ട്. അവരുടെ ഒരു അഹങ്കാരവും എല്ലാവരുടെയും അല്ല കേട്ടോ, കോൺഗ്രസിലൊക്കെ എത്രയോ നല്ല ആളുകളുണ്ട്, നന്നായി ഇടപെടുന്നവരുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ നേതൃത്വം സത്യത്തിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും വോട്ട് കിട്ടി ജയിക്കുന്ന പറയുന്നത്.
തീർച്ചയായിട്ടും അവരുടെയും വോട്ട് കിട്ടും, വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന് തന്നെയാണ് അപ്പൊ അടുത്ത നോമ്പിന് നമുക്കൊരു MP-ന്റെ കൂടെ ഇരുന്നിട്ട് നോമ്പ് തുറക്കാൻ പറ്റും. അതാണ് നമ്മുടെ പ്രതീക്ഷ. ആയിക്കോട്ടെ.